നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമായി ഇന്ന് നിലനിൽക്കുന്ന മുഗളന്മാരുടെ നിർമ്മിതിയായ ആഗ്ര ഫോർട്ടിന് മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ അഭിമാനത്തോടൊപ്പം ചില ദുഃഖസത്യങ്ങൾ കൂടി പറയേണ്ടി വരുന്നു. മേന്മകൾ മാത്രമല്ല, കുറവുകൾ കൂടി ചൂണ്ടിക്കാട്ടുമ്പോഴാണ് ഒരു യാത്രക്കാരൻ്റെ യാത്രാനുഭവങ്ങൾ പരിപൂർണതയിലെത്തുന്നത്. ധാരാളം വിദേശികളും സ്വദേശികളും നിത്യ സന്ദർശകരും ഇന്ത്യയുടെ ഖജനാവിന് വലിയൊരു മുതൽക്കൂട്ടുമായ ആഗ്ര ഫോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ചേരി നിലനിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു ദുഃഖസത്യമാണ്. വൃത്തിഹീനമായ ബസ് സ്റ്റാൻഡും മാർക്കറ്റുകളും ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം തന്നെ ചെലവഴിച്ചാൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. യാത്രയുടെ കാര്യമാണ് ബഹുരസമായി തോന്നിയത്. ഡ്രൈവറടക്കം 4 പേര് മുന്നിലും 4 പേര് പിന്നിലുമായി 8 യാത്രക്കാരുമായാണ് ഓട്ടോ യാത്ര ചെയ്യുന്നത്. ദീർഘദൃഷ്ടിയും കാഴ്ചപ്പാടുകളുമുള്ള നല്ല ഭരണാധികാരികൾ നമുക്കുമുണ്ടാവും. നമ്മുടെ നാടും രക്ഷപ്പെടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.